ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജിനി ഹരിദാസിനെ കൊണ്ട് തോറ്റല്ലോ. ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയാം, അയാൾക്കൊപ്പം കിടക്ക പങ്കിടണമെന്ന്. അക്കൂട്ടത്തിൽ നടനും സംഗീത രംഗത്തെ മറ്റൊരാളും എന്ന് രഞ്ജിനി ഹരിദാസ്. അതായത് ഏതോ ഒരു സംഗീതജ്ഞൻ, സംഗീത സംവിധായകനാണോ പാട്ടുകാരനാണോ എന്നെനിക്കറിയില്ല, ഒരു സംഗീതജ്ഞൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് പോലും: ഞാൻ എല്ലാ വാതിലിലും മുട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്ന വാതിൽ തുറന്നാൽ ഞാൻ എവിടെ കയറും, അതിക്രമിച്ച് കയറത്തില്ല എന്ന്. അതായത് ഞാൻ അതിക്രമിച്ച് കയറത്തില്ല, രഞ്ജിനി ഹരിദാസിനോടാണ് പറയുന്നത്. ഞാൻ അതിക്രമിച്ച് കയറത്തില്ല, എല്ലാ വാതിലിനും ഞാൻ മുട്ടും. രഞ്ജിനി എന്നാ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങളുടെ വാതിലിനോ നിന്റെ അമ്മയുടെ വാതിലിനോ പോയി മുട്ടടാന്നല്ലേ. പക്ഷെ രഞ്ജിനി ഹരിദാസ് അങ്ങനെ പറയത്തില്ല. അപ്പോഴേ എന്താണെന്ന് വെച്ചാൽ അപ്പോഴും ചാൻസുകൾ വേണം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരി എന്ന് പറഞ്ഞാലോ. അന്ന് രഞ്ജിനി ഹരിദാസ് ഇങ്ങനെ ചിരിച്ചിട്ട് പല്ലിളിച്ച് കാണിച്ചിട്ട് വന്നു. പക്ഷെ ഇന്ന് രഞ്ജിനി ഹരിദാസ് ഇതൊക്കെ ഇങ്ങനെ വലിയ വായിൽ എഴുതുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു നടൻ ഡ്രസ്സ് ഊരിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു പോലും, എന്നിട്ട് പറയുകയാണ് സെയിം ഫോട്ടോ ഒന്ന് ഇങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ ഡ്രസ്സില്ലാത്ത ഫോട്ടോ ഒന്ന് ഇങ്ങോട്ട് അയക്കുകയെന്ന് അങ്ങനെയും പറയുന്ന നടന്മാർ. ഇതെന്താണ് ഇത്? എല്ലാവരും രഞ്ജിനിയോട് മാത്രം ഇങ്ങനെ പറയുന്നത്? അല്ല, സിനിമാ ഫീൽഡിലുള്ളവരോടൊക്കെ ഇങ്ങനെയാണോ എല്ലാവരും സംസാരിക്കുന്നത്? എന്തൊരു വിവരം കെട്ട ടീമുകളാണ് യോറ്റകൾ. ഇവരെ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊറുതിമുട്ടിയല്ലോ പൊതുജനം. അതായത് സിനിമാ ഫീൽഡായാലും ഇങ്ങനെയുള്ള ഫീൽഡായാലും അതുപോലെ സെലിബ്രിറ്റി ഫീൽഡിലുള്ള എല്ലാവരും ചോദിക്കുന്നതും പറയുന്നതുമായ വർത്തമാനം ഇങ്ങനെയാണെങ്കിൽ ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കടുക്ക വെള്ളം കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇവറ്റകളൊക്കെ ചോദ്യം ഇങ്ങനെയാണോ? എനിക്ക് പറയാനുള്ള രഞ്ജിനിയോട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ തലയും പാലും ഇല്ലാതെ പറയാതെ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ആരാണ് നിങ്ങളെ ഇതുപോലെ ചോദിച്ചത്? ആരാണ് നിങ്ങളോട് ഇതൊക്കെ ചെയ്തത്? അല്ലാതെ ഇത് 333 കോടി നടന്മാരുണ്ട് ഇടാ. ആ നടന്മാരിൽ ഏതോ ഒരു നടൻ എന്ന് പറയുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ പോയവനാകാം, ചാൻസ് ചോദിച്ചു പോയവനാകാം, ഇപ്പോഴും വലിയ നിലയിൽ നിൽക്കുന്ന നടന്മാർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുണ്ട്, ദിലീപുണ്ട്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ നിലയിൽ സുരേഷ് ഗോപിയുണ്ട്. അങ്ങനെ എത്രയെത്ര നടന്മാരാണോ ഇപ്പം വലിയ നിലയിലുള്ളത്? അപ്പം ആരെയാണ് നമ്മൾ സംശയിക്കുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ സംഗീതജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രഞ്ജിനിയുമായിട്ട് ബന്ധമുള്ളത് ശരത്തുണ്ട്, പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ 10,000 ഉറുപ്പിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റു പലരും ഉണ്ട്. ആരെയാണ് നമ്മൾ സംശയിക്കേണ്ടത്? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മരുന്നും കിട്ടു പോകും. ആൾക്കാരുടെ പേരും പറയില്ല, ഒരു തേങ്ങാക്കൊലയും പറയില്ല. എന്നിട്ട് ഇവരൊക്കെ പറയുന്ന കാര്യം എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചു എന്നൊക്കെയാണ്. ദുബായിൽ പോയിട്ട് ഒരുത്തൻ വിളിച്ചു പോലെ ഇനി നമുക്കൊരു കാര്യം ചെയ്യും, ഒരു ഡിന്നറിന് പോകാമെന്ന്. അങ്ങനെ അവൻ്റെ കൂടെ ഡിന്നറിന് പോയപ്പോൾ അവൻ പറഞ്ഞു പോലെ ഒരു ഫോൺ ഞാൻ വാങ്ങിച്ചു തരാമെന്ന്. അപ്പോൾ രഞ്ജിനി പറഞ്ഞൊരു ഫോണൊന്നും എനിക്ക് വേണ്ട എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ കിടപ്പ് അവിടെ മസ്റ്റാണ്. അതായത് വിളിക്കുന്നവൻ ആരാണോ അവൻ്റെ കൂടെ കിടപ്പ് വേണമെന്ന്. അതാണ് പോലും അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. രഞ്ജിനി പറഞ്ഞു പോലും ഇല്ല ഏട്ടാ, ഞാൻ ഒരിക്കലും അങ്ങനെ കിടക്കത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ പലതരത്തിലും പല രീതിയിലും ഇങ്ങനെയുള്ള കിടപ്പ് പാർട്ടീസ് ഒരുപാട് വന്നിട്ടുണ്ട് എന്നാണ് രഞ്ജിനി പറയുന്നത്. പക്ഷെ ഒരാളുടെയും പേര് ഞാൻ പറയത്തില്ല കേട്ടോ, പേര് എന്നോട് ചോദിക്കരുത് കേട്ടോ. അതായത് ആവുന്ന പ്രായത്തിൽ കല്യാണമൊക്കെ കഴിച്ച് 2-3 പിള്ളേരൊക്കെ ആയി ജീവിക്കേണ്ട രഞ്ജിനി അന്ന് ജീവിതം ആസ്വദിച്ചു. ഇന്നിപ്പോൾ രഞ്ജിനിക്ക് കൃത്യമായിട്ടും നിരാശ തോന്നുന്നുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് ഈ ചോദിച്ചവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കുടുംബമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അന്തസ് മീൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലെ അന്തസ്സാണ്, അല്ലാതെ അവൻ്റെ ജീവിതത്തിൽ വലിയ അന്തസ്സൊന്നുമില്ല. പക്ഷെ രഞ്ജിനിയോട് ചോദിച്ചവന്മാർ സംഗീതജ്ഞനായാലും നടനായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ബ്രാൻഡ് മുതലാളിയായി കഴിഞ്ഞാലും സ്വർണ്ണക്കട മുതലാളിയായി കഴിഞ്ഞാലും ഇവരൊക്കെ നല്ല രീതിയിൽ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. രഞ്ജിനിക്ക് മാത്രം അത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം രഞ്ജിനിക്ക് നല്ല രീതിയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരുപാട് പേര് ഈ കല്യാണമൊന്നും കഴിക്കാതെ അല്ലെങ്കിൽ ആവുന്ന പ്രായത്തിൽ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർക്കുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറ്റം പറയുന്നത് ഇവരുടെ സ്വഭാവമാണ്. അതായത് ആരെങ്കിലും വെച്ച് എന്തെങ്കിലും ചേർത്തിട്ട് ഇങ്ങനെ കുറ്റം പറയണം. അത് അവരുടെ ഒരു സ്വഭാവം തന്നെയാണ്. ആ സ്വഭാവം രഞ്ജിനിക്കും വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നിങ്ങൾ പല ആൾക്കാരെയും നോക്കിക്കോ. അതായത് ഈ പിന്നെന്താ പറയുക, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ പണ്ടത്തെ സെലിബ്രിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂടോ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് താല്പര്യമില്ല. അല്ലെങ്കിൽ വരുന്ന പൈസകൾ
കല്യാണം കഴിഞ്ഞാൽ എൻ്റെ മാർക്കറ്റ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു സമയത്തൊക്കെ അങ്ങനെ ജീവിച്ചു. പിന്നീട് നമ്മളെ രഞ്ജിനി ചേച്ചിക്ക് തോന്നി, അയ്യോ ഇതൊരു വലിയ പ്രശ്നമായി പോയല്ലോ, ഇങ്ങനെയല്ലായിരുന്നു ജീവിക്കേണ്ടത് മറ്റു പല ഇതിലുമായിരുന്നു. ഇപ്പോഴേ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇതേപോലെ കുടുംബം ഉണ്ടാവൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം ടെൻഷൻ അടിക്കുന്നുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരോട് പല രീതിയിലും മോശമായി പെരുമാറിയ സംഗീതജ്ഞനും മറ്റേവരൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്നുണ്ടാകും. പിന്നെ ഇവർക്ക് എന്തുകൊണ്ടാണ് പേര് പറയാൻ പേടി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കണ്ണിൽ നോക്കി, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരുത്തൻ ചോദിക്കുകയാണ്, അതായത് തുറക്കുന്ന വാതിലേ ഞാൻ കയറൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ പേര് സഹിതം പുറത്തു വിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവരെയൊക്കെ വിശ്വസിച്ച് ഒരുപാട് കുഞ്ഞുങ്ങളെ പാട്ടിൻ്റെ ലോകത്തേക്ക് അയക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇതുപോലെയുള്ള ആഭാസനൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട രഞ്ജിനി, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ അവൻ്റെ പേര് പുറത്തു വിടണം. അതാണ് വേണ്ടത്. അതുപോലെ നടൻ്റെ പേര്, ഈ ഡ്രസ്സില്ലാതെ ഫോട്ടോ ഇട്ട് തരൂ എന്ന് പറയുന്ന നടൻ്റെ പേര്, എന്തിന് ആ നടൻ അങ്ങനെ ഇട്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് തന്നെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മോഡേൺ ഡ്രസ്സ് ധരിക്കുന്നവരല്ലേ, നിങ്ങളൊക്കെ ഒരുപാട് പിന്നെ മോഡേൺ ഡ്രസ്സ് എന്ന് പറയുന്ന ഇത് കോപ്രായങ്ങൾ കളിച്ച് ഇതാണിച്ച് നടക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എന്തിനാണ് അങ്ങനെ സംസാരിച്ചത്? അതിലും നിങ്ങൾ ചോദ്യം ചെയ്യണം. ആ നടൻ്റെ പേരും നിങ്ങൾ പുറത്തു വിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടും അതേപോലെ ഡ്രസ്സ് അഴിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞവൻ്റെ അവനെയൊന്നും വെറുതെ വിടരുത്. പിന്നെ ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ഈ സ്വർണ്ണ മുതലാളിനെയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് പരസ്യത്തിന് വിളിക്കുന്ന ഡയറക്ടർ, ഇവരെയൊക്കെയാണോ നിങ്ങൾ ഭയക്കുന്നത്? എന്തിനാണ് ഇവന്മാർക്കൊക്കെ ഇങ്ങനെ മാന്യതയുടെ മുഖംമൂടി കൊടുക്കുന്നത്? നിങ്ങളെ ഇത്രയും വളരെ മോശമായിട്ട് നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ മുഖംമൂടി വലിച്ചു പുറത്തിടുവല്ലേ വേണ്ടത്. അവനൊക്കെ പറഞ്ഞ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിരോധിച്ച് നമ്മളോട് പറയണം. അതായത് ഇന്ന പോലെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറയുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് വല്ല കാര്യമുണ്ടാ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടേ, അതായത് രഞ്ജിനി പറയുന്ന കാര്യങ്ങളാണ്. രഞ്ജിനി പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമാണ്. ഒരു ഷോയ്ക്കായി ദുബായിൽ പോയാൽ ഇന്നും കംഫർട്ടബിൾ അല്ലെങ്കിൽ താൻ ഹോട്ടലിൽ താമസിക്കില്ലെന്നും മിക്കവാറും സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ പോകുമെന്നും രഞ്ജിനി പറയുന്നു. അത്തരത്തിൽ ഒരുപാട് താരങ്ങളും കലാകാരന്മാരുമുള്ള ഒരു പരിപാടിക്കിടെ ഒരു സ്പോൺസർക്ക് തന്നെ കാണണമെന്നും ലഞ്ചിന് പോകണമെന്നും പറഞ്ഞതായി രഞ്ജിനി ഓർക്കുന്നു. അന്ന് മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. ആ സ്പോൺസർക്കൊപ്പം ലഞ്ചിന് പോയി. ലഞ്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നമുക്കൊരു ഫോൺ മേടിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഫോണ് വേണ്ട എന്ന്. അത് ആദ്യ അനുഭവമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. പിന്നീട് ആ ഷോയ്ക്കിടെ തന്നെ മറ്റ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ രാത്രി കഥയിൽ മുട്ടുന്നതിനെക്കുറിച്ചും ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നതിനെക്കുറിച്ചും തന്നോട് തുറന്നു പറഞ്ഞു എന്ന് രഞ്ജിനി പറയുന്നു. ഒരിക്കൽ ഒരു ഷോ കഴിഞ്ഞ് ഡിന്നർ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് വേറെ എവിടെയോ ആണെന്നും രഞ്ജിനി പറഞ്ഞു. ഡിന്നറിനൊപ്പം മദ്യവും വിളമ്പി, അതായത് ഒരുപാട് ആഭാസന്മാരുടെ കൂടെ മദ്യവും വിളമ്പിയിട്ട് അവിടെ നിന്നും കുടിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഈ ദുബായിലൊക്കെ ഷോയ്ക്ക് കൊണ്ടുപോകുന്നവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കിടത്തുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവന്മാരൊക്കെ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ഈ 4-3-7 ആളെയും കൊണ്ട് ഷോയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് പൈസയാണ് കിട്ടുക? അതൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗൂഢ ഉദ്ദേശം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരെങ്കിലും ദുബായിലേക്കോ എവിടെയെങ്കിലും ഷോയ്ക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ തയ്യാറെടുപ്പും കൂടിയിട്ട് വേണം പോകാൻ. അല്ലാതെ അവിടെ ചെന്നതിന് ശേഷം അയ്യോ ഞാൻ ചെയ്യത്തില്ല, അയ്യോ ഞാൻ പോകത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്ന് തന്നെ മാത്രമേ ഉള്ളൂ, ഇവരുടെ കാമം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ടീമുകളുടെ കാമ അഗ്നി ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രം മാത്രമാണ് നിങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ യന്ത്രം അതാണ് നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.